ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഞങ്ങൾ കൂടുതലും ഈ അമ്പലത്തിലാണ് കേട്ടോ വരുന്നത്. അവിടെ ഉത്സവമൊക്കെ തുടങ്ങാറായി. നാളെ തൊട്ട് ഉത്സവം തുടങ്ങുകയാണ് കേട്ടോ. ഫെബ്രുവരി 9 തൊട്ട് ഫെബ്രുവരി 16 വരെ ഭയങ്കര ആഘോഷമായ ഒരു ഉത്സവമാണ്. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കല്യാണമുണ്ട്. കല്യാണത്തിന് പോവുകയാണ്. കട്ടപ്പന CSI ഗാർഡൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം ഒരു 12:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എത്തിയത്. താമസിച്ചു പോയി എന്ന് ഓർത്താണ് എത്തിയത്. പക്ഷേ ലേറ്റായില്ലായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ എത്തിയത്. പിന്നെ ഞാൻ ചെന്ന വഴി തന്നെ ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇവിടെ പകലിപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് ദാഹിച്ചുകൊണ്ട് പിന്നെ ചെന്ന വഴി തന്നെ വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ ഹാളിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഹാളുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെല്ലാം ആൾക്കാർ ആയതുകൊണ്ട് ഫില്ലായതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കിലാണ് കേട്ടോ ഇരുന്നത്. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ചുമ്മാ കുറച്ച് സെൽഫി വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കിൻ്റെ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം അവിടെ തുടങ്ങി. ശാന്തിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പതുക്കെ ഫുഡ് വിളമ്പി തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ ബാക്കിലായിരുന്നു സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ടേബിളിൻ്റെ അവിടെ തന്നെയായിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് പിന്നെ എണീറ്റൊന്നും മാറിയില്ല, അവിടെ തന്നെ ഇരുന്നു. ഫ്രണ്ടിലേക്ക് ചെയർ മാത്രമായിരുന്നു ഇട്ടിരുന്നത്. ബാക്കിലേക്കാണ് ഫുഡിനും കൂടെയുള്ള ടേബിളായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എളുപ്പമായി. ഏകദേശം ഒരു 1:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. നല്ല വിശപ്പുമൊക്കെ ആയായിരുന്നു. ഇത് അങ്ങനെ കറികളെല്ലാം വിളമ്പി. പപ്പടം ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടുപോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനത്തെ ചോറും എത്തിയിട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ചൂട് ചോറും കറികളും ഒക്കെ ആയിരുന്നു. അവിയലും തോരനും ഇഞ്ചിക്കറിയും മധുരം കറിയും എല്ലാം നല്ല ടേസ്റ്റ്. ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചേണ്ട ഒരു കൂട്ടുകാരിനെ കണ്ടു. പിന്നെ നമ്മുടെ ഡീൻ കുര്യാക്കോസ് MP ഒക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. ആളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണ പയ്യൻ്റെ പേര് യദു, പെങ്കുച്ചിൻ്റെ പേര് അമല എന്നുമാണ് കേട്ടോ. പയ്യൻ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ചേട്ടനും കൂടെ കയറി ഫോട്ടോയൊക്കെ എടുത്തു, സെൽഫി എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. ഹാളിൽ നല്ലൊരു ഗണപതി വിഗ്രഹം ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ചേട്ടൻ്റെ കുട്ടിക്കാല ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്, ഞായറാഴ്ചത്തെ. 2:30 ആയപ്പോൾ ഞങ്ങൾ ടൗൺ വരെ പോവുകയാണേ. എനിക്കൊരു ചേച്ചിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആളും പിള്ളേരും കൂടി ഒരു കല്യാണത്തിന് പാമ്പാടുംപാറയിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ ടൗണിൽ എത്താറായി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കട്ടപ്പനയിൽ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവർ വീട്ടിലേക്ക് വന്നില്ല കേട്ടോ. വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കോട്ടയത്ത് എത്തേണ്ട ഒരു എമർജൻസി ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ വീണ്ടും താമസിക്കുമല്ലോ. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ അടുത്ത് കോട്ടയത്തിനുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാനും ചേട്ടനും അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ അവർ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ കട്ടപ്പന സ്റ്റാൻഡിലും കട്ടപ്പന പരിസരങ്ങളിലും എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. അപ്പോൾ അവിടെ അവർ വന്നു എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഒരു 2-3 മാസമായിട്ടോ ചേച്ചീനെയും പിള്ളേരെയും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫോണൊക്കെ പിടിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഈ ഫോണൊക്കെ പിടിച്ച് കണ്ടപ്പോൾ ഒരു ചമ്മലുണ്ടേ. ആദ്യമായിട്ട് കാണുന്ന ചമ്മലാണ് കേട്ടോ. നമുക്കതിലൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. പിന്നെ ആദ്യത്തെ ഒരു ചമ്മൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് മടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചിയും പിള്ളേരും. മൂത്തയാൾ 8ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇളയാൾ 3ാം ക്ലാസ്സിലും. തൊടുപുഴയിലാണ് കേട്ടോ ചേച്ചിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ അവരിവിടെ നിന്ന് നേരെ കോട്ടയത്തേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ പിള്ളേർ സെറ്റായിട്ടോ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടേ. അവർക്കിഷ്ടമാണ് കേട്ടോ ശരിക്കും വീഡിയോയിലൊക്കെ വരാനായിട്ട്. ഞാൻ ചാനൽ തുടങ്ങിയപ്പം എന്നോട് പറഞ്ഞിരുന്നു അങ്ങോട്ട് വാ ചിറ്റേന്നൊക്കെ. പക്ഷേ ഇടയ്ക്ക് പോകാൻ നമുക്ക് പറ്റിയില്ല. മൂത്തയാളുടെ പേര് പാറു, ഇളയാൾ ഉണ്ണിക്കുട്ടൻ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇവരെ വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം ഇവർക്ക് 6:30 മുന്നേ കോട്ടയത്ത് എത്തേണ്ടത് കൊണ്ട് പിന്നെ പോയേക്കാന്ന് വെച്ച് ബസ് എപ്പോഴത്തേക്കാന്ന് ചേട്ടനും കൊച്ചും കൂടെ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയതാണ് കേട്ടോ എൻക്വയറിയിൽ. ബസ് ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞു. പിന്നെ ബസ് എത്തിയായിരുന്നു. പിന്നെ ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെയും കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ബസ്സിലേക്ക് കയറുവാണേ. ബസ്സിലേക്ക് കയറിയിരുന്നു കേട്ടോ.
എൻ്റെ ടീനേജ് പ്രായം കഴിയുന്നതിന് മുന്നേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് കേട്ടോ പാറു. പിന്നെ കുറച്ച് താമസിച്ചാണ് ഉണ്ണിക്കുട്ടൻ വന്നത്. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതെന്ന് കണ്ടാലും അത് പതിവാണ് കേട്ടോ, കുറേ ഫോട്ടോയൊക്കെ എടുക്കും. ചേട്ടനാണെങ്കിൽ ഒത്തിരി നാളായി ബസ്സിൽ കയറിയിട്ടെന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ അവരുടെ ബസ് എടുക്കാറായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ചങ്ങനാശ്ശേരി ബസ്സാണ് കേട്ടോ, തെങ്ങണയിലാണ് അവരുടെ പ്ലേസ് വരുന്നത്. അപ്പോൾ ദേ അവർ പോവുകയാണ്, ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് 2 പേർക്കും ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വഴിയിൽ നിന്ന് കണ്ട് സംസാരിച്ച് പോകുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ സ്കൂൾ അടച്ച സമയത്ത് ഒരു 5-6 ദിവസം വന്ന് നിന്നിട്ട് പോയതാണ് കേട്ടോ അവർ. ഇത് ചേച്ചി വന്നപ്പം ഒരു ഇടിഞ്ചക്കയും നെല്ലിക്ക അച്ചാറും സാമ്പാർ പൊടിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ചേച്ചി തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്